ഇത്തരം കേസുകൾ എൻ്റെ ധാരണ ശരിയാണെങ്കിൽ 2012 തൊട്ടുണ്ട്. മഹാരാഷ്ട്രയിലുണ്ടായിരുന്നു, വെസ്റ്റ് ബംഗാളിലുണ്ടായിരുന്നു, ഉത്തർപ്രദേശിലുണ്ടായിരുന്നു, തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അതിപ്പോൾ യോഗി ആദിത്യനാഥ്, മമതാ ബാനർജി, ജയലളിത, ഇവരൊക്കെ ഇത്തരം കേസുകൾ, ധാരാളം കേസുകൾ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരമായൊരു കാര്യം പല കേസുകളിലും സുപ്രീം കോടതി പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇത്തരം ചിത്രങ്ങൾ അല്ലെങ്കിൽ വീഡിയോ ഇതൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് ഒരു ക്രിമിനൽ ഒഫൻസ് ആവണമെങ്കിൽ അതൊന്നുകിൽ ഹിംസയ്ക്ക് ആഹ്വാനം കൊടുക്കണം, അല്ലെങ്കിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിക്ക് മാനഹാനി ഉണ്ടാക്കുന്നത് ഡിഫമേഷൻ ആവണം, അല്ലെങ്കിൽ അതിൽ ക്രൈം നിൽക്കുകയില്ല എന്നൊരു അടിസ്ഥാന നിലപാട് സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ളൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഇപ്പോൾ ഇത്ര വലിയ കുറ്റാരോപിതനായ ഒരു ക്രിമിനൽ എന്ന് പറയാവുന്ന ഒരു വ്യക്തിയുമായിട്ട് സോണിയാഗാന്ധിക്ക് എന്താണ് ബന്ധം? ഇത്രയും ഉന്നതയായ ഒരു നേതാവിൻ്റെ അടുത്ത് എത്താനും ഒക്കെ അദ്ദേഹത്തിന് എങ്ങനെ സാധിച്ചു എന്നുള്ള കാര്യം കോൺഗ്രസ് വിശദീകരിക്കണം. അതറിയാൻ നമുക്ക് അവകാശമുണ്ട്. അത് പറയുമ്പോൾ അത് മോദിക്ക് സന്തോഷമാവാൻ വേണ്ടി പറയാണ് എന്നത് മറുപടിയല്ല. അത് ആര് പറഞ്ഞാലും മറുപടിയല്ല. ഇതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ അടുത്ത് ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ്റെ അടുത്ത് ഇത്ര അടുത്ത് പെരുമാറാൻ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവസരമുണ്ടായത് എന്ന കാര്യം CPM വിശദീകരിക്കണം. പിന്നെ ഈ ശ്രീ കോൺഗ്രസ് നേതാവ് ശ്രീ N സുബ്രഹ്മണ്യൻ്റെ പോസ്റ്റിൻ്റെ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അതിൽ AI ഉപയോഗിച്ച് കൃത്രിമമായി ഉണ്ടാക്കിയ പോസ്റ്റ് അദ്ദേഹം പിൻവലിച്ചിട്ടുണ്ട്. അല്ലാത്ത പോസ്റ്റാണ്, അല്ലാത്ത ഫോട്ടോ ആണ് നിലനിർത്തിയത്. അത് 25 മിനിറ്റുള്ള ഒരു പ്രോഗ്രാമിൻ്റെ വീഡിയോ ഫോട്ടോ ഒക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് നാട്ടുകാർക്ക് അവകാശമുണ്ട് ഇതെന്താണെന്ന് അറിയണം. കാരണം ആരുമല്ലാത്ത, രാഷ്ട്രീയത്തിലോ സാമൂഹ്യ രംഗത്തോ സാംസ്കാരിക രംഗത്തോ ആരുമല്ലാത്ത ഒരു സാധാരണക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റി, അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടെങ്കിൽ കൊള്ളക്കേസിൽ അദ്ദേഹം പ്രതിയാണെന്നുള്ളത് മാത്രമാണ്. അങ്ങനത്തെ ഒരാൾ ഇത്ര ഉന്നത സ്ഥാനങ്ങളിലൊക്കെ എങ്ങനെ എത്തിപ്പെടുന്നു? ഇപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അടുത്ത് പെരുമാറുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. സോണിയാഗാന്ധിയുടെ അടുത്ത് പെരുമാറുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കാരണം അവരിവിടെ പ്രതിപക്ഷ നേതാവായി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഉന്നത നേതൃസ്ഥാനത്തൊക്കെ ഇരുന്ന ഒരാളാണ്. അവിടെ നിന്ന് ഇവർക്കൊന്നും സാധിക്കാൻ പാടില്ല. അപ്പോൾ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ മലയാളിയെ അവിടെ ഡൽഹിയിൽ അവരുടെ വീട്ടിലെത്തിച്ചത്? അതിന് മറുപടി വരേണ്ടത് അടൂർ പ്രകാശ് ആണെങ്കിൽ അദ്ദേഹം മറുപടി വരണം. ഇപ്പോൾ KC വേണുഗോപാലാണ്, അദ്ദേഹം മറുപടി വരണം. മറ്റേ അത് പറഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ പറയാം. പിന്നെ ഇതിൽ എനിക്ക് മനസ്സിലായിട്ടില്ലാത്തൊരു കാര്യം, ഈ N സുബ്രഹ്മണ്യൻ്റെ പോസ്റ്റ് ഏത് തരത്തിലാണ് ഹിംസയ്ക്ക് പ്രേരകമായത്, അല്ലെങ്കിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അത് ഒരു വ്യക്തിക്ക് മാനഹാനി ഉണ്ടാക്കുന്നത് തീരെ വ്യക്തമല്ല. അത് അവർ വിശദീകരിച്ച് അത് കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ നേരെ ഉണ്ടായത് വളരെ സംശയാസ്പദമായൊരു കാര്യമാണ്. കാരണം കലാപാഹ്വാനം എന്നൊരു കേസ് നിൽക്കാനുള്ള സാധ്യത എനിക്ക് നിയമം അറിയുന്ന ആളല്ല ഞാൻ, നമ്മുടെ സാമാന്യ ബുദ്ധി, കോമൺ സെൻസ് വെച്ച് പറയാണ്, അതിലൊരു കലാപാഹ്വാനവും ഉള്ളതായിട്ട് ആർക്കും മനസ്സിലാവുകയില്ല. പിന്നെ ഹാജരാവാൻ പറഞ്ഞാൽ ഹാജരാവുന്ന ഉത്തരവാദപ്പെട്ടൊരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ ഏതോ ഒരു സമാനമായ കലാപാഹ്വാന കേസുകൾ ഭരണകൂടത്തെ വിമർശിക്കുമ്പോൾ എടുത്തിട്ടുള്ളത് വെച്ചുള്ള അന്നത്തെ ന്യായീകരണം വെച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ വിശദീകരണം എങ്ങനെയാണ്? മുഖ്യമന്ത്രി വളരെ ആദരിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്, ഫാഷിസത്തിനെതിരെ പോരാടുന്നയാളാണ്, BJPയുടെ നോട്ടപ്പുള്ളിയാണ്. അങ്ങനെയുള്ള ഒരാളെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധിപ്പിച്ച് തെറ്റിദ്ധാരണജനകമായ ഒരു ചിത്രം പോസ്റ്റ് ചെയ്യുന്ന വഴി CPM അണികളുടെ വികാരമിളകുകയും പിണറായി വിജയനോടുള്ള അദമ്യമായ ഭക്തിയും സ്നേഹവും മൂലം വികാരമിളകുകയും അവരെന്തെങ്കിലും അക്രമം പൊട്ടിപ്പുറപ്പെടുത്താൽ അങ്ങനെ സംഭവിക്കുന്നതിന് ഉത്തരവാദിത്തം ഈ ചിത്രത്തിനുണ്ടാകും. അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാതിനെ. അല്ല, അങ്ങനെ വ്യാഖ്യാനം ഉണ്ടാകുന്നത് കാരണം മഹാരാഷ്ട്രയിലൊക്കെ ഇത്തരം കേസുകൾ എടുത്ത് രാജ്യദ്രോഹത്തിനാണ്, സെഡീഷൻ എന്നാണ് ആ വകുപ്പാണ്. അതുപോലെ എന്താണ് സാമുദായികമായ വെറുപ്പുണ്ടാക്കാൻ, കമ്മ്യൂണൽ ഹേറ്റ്രഡ് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ഒരു കേസെടുത്ത് അത് പല കേസും നിന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് വലിയ തമാശയാണ്. എന്താണെന്ന് വെച്ചാൽ വിമാനത്തിൽ ചെറുപ്പക്കാർ പ്രതിഷേധിച്ചപ്പോൾ അത് വധശ്രമത്തിനാണ് കേസെടുത്തത്.
അപ്പം അങ്ങനെ അതിശയോക്തി ഉപയോഗിച്ചിട്ട് ഈ തരത്തിൽ ഇപ്പോൾ ആൾക്ക് മനസ്സിലാവുന്നതാണല്ലോ. ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇവിടെ ഏതെല്ലാം പാർട്ടിക്കാർ എന്തെല്ലാം ഇടുന്നു. എനിക്കിതിലൊരു പ്രധാന കാര്യം പറയാനുള്ളത് വെച്ചാൽ ഈ സുബ്രഹ്മണ്യൻ്റെ കാര്യത്തിലല്ല, അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ അല്ലെങ്കിൽ വാട്സപ്പിലോ യൂട്യൂബിലോ പെരുമാറാൻ ഒരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ ആ അക്കൗണ്ട് ആര് എങ്ങനെ ഉണ്ടാക്കി എന്നൊരു കണക്ക് വേണം. കാരണം നമ്മുടെ വോട്ടേഴ്സ് ID-യോടോ ആധാർ കാർഡിനോടോ ഫോൺ നമ്പറോടോ ബന്ധിപ്പിച്ചാൽ മാത്രമേ അക്കൗണ്ട് തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് വെച്ചാലാണ് ഫേക്ക് ID-യിൽ നിന്ന് വ്യാജ പ്രൊഫൈലിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഇതിലിപ്പോൾ വ്യാജ പ്രൊഫൈലില്ല. അങ്ങനെ എത്രയെങ്കിലും വീഡിയോസ്, എത്രയെങ്കിലും ഫോട്ടോഗ്രാഫ്സ്, എത്രയെങ്കിലും പോസ്റ്റ് നമ്മൾ ഫേസ്ബുക്കിൽ സ്ഥിരം കാണുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു അതിശയോക്തി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് മുന്നണിക്കാരും, ഞാനത് ആവർത്തിക്കുകയാണ്, സോണിയാഗാന്ധിയുടെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ എത്തിയെന്ന് കോൺഗ്രസും ഈ പിണറായി വിജയൻ്റെ അടുത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് എങ്ങനെ എത്തിയെന്ന് CPM-ഉം വിശദീകരിക്കണം.